ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ഇത്രയും ദിവസങ്ങൾ ദേവിയുടെ സ്ഥൂല രൂപം, അതായത് കരചരണാദികളോട് കൂടിയിട്ടുള്ള ദിവ്യമംഗള വിഗ്രഹത്തിനെ പറ്റിയിട്ടുള്ള വർണ്ണനകൾ അത് തുടക്കത്തിൽ കേട്ടു. ദേവിയുടെ ഉദ്ഭവം എങ്ങനെയാണ്, ദേവകാര്യത്തിന് വേണ്ടി ദേവി ചിതഗ്നികുണ്ഡത്തിൽ എങ്ങനെ സമുദ്ഭവിച്ചു, അതുപോലെ ദേവിയുടെ നിവാസസ്ഥാനം എങ്ങനെയാണ്, ദേവിയുടെ ശ്രീനഗരം എങ്ങനെയാണ്, ദേവിയുടെ ഗൃഹം എങ്ങനത്തതാണ്, ദേവിയുടെ പീഠം എങ്ങനത്തതാണ്, ഇങ്ങനത്തെ വർണ്ണനകൾ നമ്മൾ കേട്ടു. അതിനുശേഷം ദേവിയുടെ പരാക്രമത്തെ വർണ്ണിക്കുന്ന ഭണ്ഡാസുര വധം എന്നുള്ള പ്രകരണം, അത് ഉൾക്കൊള്ളുന്ന സൂക്ഷ്മ തത്വങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കേട്ടത്. അതിനുശേഷം ദേവിയുടെ മന്ത്രസ്വരൂപം, ദേവിയുടെ ഷോഡശാക്ഷരി മന്ത്രം, പഞ്ചദശാക്ഷരി മന്ത്രം, ദേവിയുടെ സൂക്ഷ്മരൂപമാണ് മന്ത്രം എന്നുള്ള ആ പ്രകരണങ്ങൾ നമ്മൾ കേട്ടു. ആദ്യം സ്ഥൂലം, അതിന് ശേഷം സൂക്ഷ്മം, മന്ത്രമയമായ രൂപം എന്നതാണ് നമ്മൾ ഇത്രയും ദിവസം കേട്ടുകൊണ്ടിരുന്നത്. സൂക്ഷ്മത്തിൽ നിന്നും സൂക്ഷ്മ തരത്തിലേക്ക് ദേവിയുടെ കുണ്ടലിനി രൂപം എന്നുള്ള ഒരു പ്രകരണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ പേര് വളരെ സുപ്രസിദ്ധമാണ്. ശ്രീ ലളിതാ സഹസ്രനാമത്തിലും അതുപോലെ ദേവീ തത്വം പ്രതിപാദിക്കുന്ന സൗന്ദര്യലഹരിയിലും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമില്ലാത്തവർക്ക് ദേവിയുടെ സ്വരൂപം ശരിക്കും മനസ്സിലാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ കുലാമൃതൈക രസിക തുടങ്ങി ബിസതന്തു തനീയസി എന്ന് പറയുന്ന 111ാമത്തെ നാമം, കുലാമൃതൈക രസിക 90ാമത്തെ നാമമാണ്. ബിസതന്തു തനീയസി എന്ന് പറയുന്നത് 111ാമത്തെ നാമമാണ്. അതുപോലെ വിശുദ്ധ ചക്രനിലയ രക്തവർണാതിലോചന ഖഡ്വാങ്കാദി പ്രഹരണ തുടങ്ങി യാകിണ്യംബ സ്വരൂപിണി എന്നുള്ള നാമം വരെ 475 നാമം മുതൽക്ക് 534ാമത്തെ നാമം വരെയുള്ള ഭാഗങ്ങൾ ദേവിയുടെ കുണ്ടലിനി സ്വരൂപത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ രണ്ട് പ്രകരണങ്ങളും കൂടി കൂട്ടിയാൽ ഏകദേശമല്ല 80 നാമങ്ങളാണ് ഇതിലുള്ളത്. 1000 നാമങ്ങളിൽ 80 നാമങ്ങൾ കുണ്ടലിനി പ്രകരണത്തിന് വേണ്ടി വച്ചിരിക്കുന്നു. അതുപോലെ സൗന്ദര്യലഹരി ആചാര്യ സ്വാമികൾ എഴുതിയതാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതിൽ 2 ഭാഗമായിട്ട് അതിനെ തിരിക്കാറുണ്ട്. ശിവശക്തിയുക്തോ യതി ഭവതി ശക്തപ്രഭവിതം എന്ന് തുടങ്ങിയ നാമം മുതൽക്ക് എന്ന് തുടങ്ങിയ ആ സ്തോത്രം ആദ്യത്തെ ശ്ലോകം മുതൽക്ക് 41 ശ്ലോകങ്ങൾ വരെ അതിനെ ആനന്ദലഹരി എന്ന് അതിനെ പറയും. 42ാമത്തെ ശ്ലോകം മുതൽക്ക് 100ാമത്തെ ശ്ലോകം വരെ, ചിലർ 1-2 ശ്ലോകങ്ങളും കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. അതേവരെയുള്ള ഭാഗങ്ങളെ സൗന്ദര്യലഹരി എന്നും പറയാറുണ്ട്. ചിലരുടെ അഭിപ്രായം അനുസരിച്ച് ആനന്ദലഹരി കൈലാസത്തിൽ സാക്ഷാത് പരമേശ്വരൻ രചിച്ചതാണെന്നും, അതുപോലെ 42 മുതൽക്ക് 100ാമത്തെ ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങൾ ശങ്കരാചാര്യസ്വാമികൾ പൂരിപ്പിച്ചതാണെന്നും കരുതുന്നവരുണ്ട്. അതെങ്ങനെയെങ്കിലും ആട്ടെ. പക്ഷേ ആദ്യത്തെ ആനന്ദലഹരിയിൽ കുണ്ടലിനിയെ പറ്റിയിട്ടുള്ള പ്രതിപാദനങ്ങൾ വളരെ അധികമാണ്. 42 മുതൽക്ക് 100 വരെയുള്ള ശ്ലോകങ്ങളിലാണ് കൂടുതൽ ദേവിയുടെ ദിവ്യശരീരത്തിൻ്റെ വർണ്ണന കൂടുതൽ കാണപ്പെടുന്നത്. അങ്ങനെ ദേവീ തത്വങ്ങൾ പറയുന്ന ഈ 2 സ്തോത്രങ്ങൾ, ശ്രീ സൗന്ദര്യ ലഹരിയും അതേപോലെ ശ്രീ ലളിതാ സഹസ്രനാമവും, രണ്ടിലും കുണ്ടലിനിയെ പറ്റിയിട്ടുള്ള പ്രതിപാദനം വളരെ അധികമാണ്. അതുകൊണ്ട് ദേവിയുടെ സൂക്ഷ്മസ്വരൂപത്തിൻ്റെ തത്വം ഇതിലാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണ ഭക്തർ ഞങ്ങളിതൊന്നും അറിയില്ല, കുണ്ടലിനി ശക്തി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല, അത് നമ്മൾ അഭ്യസിക്കാറുമില്ല, അതിനെ പറ്റിയിട്ട് പല രീതിയിലുള്ള എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് അതിനെയൊന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾക്കറിയുന്നത് അമ്മ എന്ന് വിളിക്കാൻ മാത്രമാണ്.
ഭക്തിയാണ് ഞങ്ങളുടെ മാർഗം എന്നൊക്കെ പറയുന്നവരുണ്ടാകും. പക്ഷേ ഇത്രത്തോളം ഈ രണ്ട് സ്തോത്രത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു തത്വത്തെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അതൊരു കുറവ് തന്നെയാണ്. അതുകൊണ്ട് സാമാന്യ രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഇനിയുള്ള കുറച്ച് എപ്പിസോഡുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇതേവരെ ഭണ്ഡാസുര വധം എന്ന് പറയുന്ന പ്രകരണമാണ് കേട്ടത്. ഇനി 90ാമത്തെ നാമം മുതൽക്ക് കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി കുലാംഗന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി എന്ന് തുടങ്ങിയ ശ്ലോകങ്ങൾ 90ാമത്തെ നാമം മുതൽക്ക് 111ാമത്തെ നാമം വരെയുള്ളത് ദേവിയുടെ കുണ്ടലിനി വർണ്ണനയാണ്. അതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ നമുക്ക് കേൾക്കാം.